ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും പഠിക്കാൻ ഏറ്റവും മികച്ച ക്യാമ്പസിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഒരുപക്ഷെ +2 കഴിഞ്ഞതിന് ശേഷം അതിനുള്ള അവസരമുള്ള ആളുകൾ ഡിഗ്രിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ലക്ഷ്യം വെച്ച് പോകാം. ഒരുപക്ഷെ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കുമല്ലോ നല്ല ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റി നോക്കാം. ഇനി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PG ലെവലിലേക്ക് പോകുന്ന സമയത്തും നല്ലൊരു യൂണിവേഴ്സിറ്റി ട്രൈ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ, നല്ലൊരു റെസിഡൻഷ്യൽ സ്വഭാവത്തിലുള്ള വലിയ ക്യാമ്പസിൽ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വലിയ പൈതൃകമുള്ള, വലിയ തരത്തിലുള്ള ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. വലിയ ചരിത്ര പ്രാധാന്യമുള്ള സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി കൂടിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് നാക്കിൻ്റെ തന്നെ 3.35 ഗ്രേഡിൽ 4 സ്കെയിലിൽ A+ ഗ്രേഡുള്ള പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. NIRF റാങ്കിങ് എടുത്ത് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വേൾഡ് QS വേൾഡ് റാങ്കിങ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ടോപ്പിൽ എന്ന് പറയാൻ പറ്റിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, എങ്ങനെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, ഫൗണ്ടർ, വിഷൻ, മിഷൻ, ഫാക്സ്, ഹിസ്റ്ററി, ലീഡർഷിപ്പ്, അലൂമിനി എന്നൊക്കെ കാണാം. വലിയ അലൂമിനി നെറ്റ്വർക്കുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. മലയാളികൾ വളരെ അലിഗഡിൽ തന്നെ ഉള്ള അലൂമിനീസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഉള്ള ഒരു അലൂമിനി സംവിധാനം കൂടിയാണ് അലിഗഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അലിഗഡിനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അലിഗഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാ കോഴ്സുകളിലും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ആർട്സ് കോഴ്സുകളാണെങ്കിലും സയൻസ് കോഴ്സുകളാണെങ്കിലും എഞ്ചിനീയറിംഗ് കോഴ്സുകളാണെങ്കിലും ഫൈൻ ആർട്സ് കോഴ്സുകളാണെങ്കിലും അപ്ലൈഡ് സ്വഭാവത്തിൽ വരുന്ന കോഴ്സുകളാണെങ്കിലും ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നിങ്ങൾക്ക് കോഴ്സുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. വിശദമായി ഓരോരോ കോഴ്സുകളെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കോഴ്സുകളും കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല, നമ്മൾ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ അലിഗഡിന് മലപ്പുറം ജില്ലയിൽ ഒരു ഓഫ് ക്യാമ്പസ് കൂടി ഉണ്ട്. അവിടെ ഈ പറയുന്ന B.Ed കോഴ്സുകൾ അതുപോലെ തന്നെ MBA പ്രോഗ്രാമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, എങ്ങനെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BA കോഴ്സ് ആണെങ്കിലും BSc കോഴ്സ് ആണെങ്കിലും BCom പ്രോഗ്രാം ആണെങ്കിലും PG പ്രോഗ്രാമുകളാണെങ്കിലും ഒക്കെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ് രീതി. അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ സാധാരണ മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ ഒരു CUT എന്ന് പറയുന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുന്നില്ല അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. പ്രത്യേകിച്ച് PG കോഴ്സുകളുടെ കാര്യത്തിൽ ഇപ്പോൾ PGയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ PG കോഴ്സുകൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് PG കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ തന്നെ എഴുതണം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എൻട്രൻസിന് വേണ്ടി വിളിക്കും, ആ സമയത്ത് അപ്ലൈ ചെയ്യണം, എൻട്രൻസ് എക്സാമിനേഷൻ നടത്തും. എൻട്രൻസ് എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞ ശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അഡ്മിഷൻ പ്രോസസ്സ് നടത്തുകയും ചെയ്യാം. അപ്പോൾ അലിഗഡിന് വേണ്ടിയിട്ട് അലിഗഡുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോഴ്സുകളാണുള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോസസ്സിൽ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ CUT UGയിൽ കുറച്ച് കോഴ്സുകൾ മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കോഴ്സുകൾ CUT UGയിൽ. ഈ വർഷം എന്താ ഉണ്ടാവുക എന്നുള്ളത് കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ചില കോഴ്സുകൾ കമ്മ്യൂണിറ്റി സയൻസ് അതുപോലെ തന്നെ റിസർച്ച്, BA ഓണേഴ്സ് പ്രോഗ്രാമുകൾ, ഹിന്ദി, പേർഷ്യൻ, ഫിലോസഫി, സംസ്കൃതമൊക്കെ പോലെയുള്ള ചില കോഴ്സുകൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം CUT UGയിൽ ഏതൊക്കെ കോഴ്സുകളാണ് വരിക എന്നുള്ള കാര്യം നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായിരുന്നാലും PG അഡ്മിഷന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതിന് വേറെ തന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അവരുടെ വെബ്സൈറ്റിൽ അപേക്ഷിക്കണം, അതിന് പ്രത്യേകം അപേക്ഷ കൊടുക്കണം, അതിന് പ്രത്യേകം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. ചിലപ്പോൾ കേരളത്തിൽ സെൻറ്റർ ഉണ്ടാവാൻ സാധ്യതയില്ല. ചില കോഴ്സുകൾക്ക് മിക്കവാറും അലിഗഡിൽ പോയി എക്സാമിനേഷൻ എഴുതേണ്ട സാഹചര്യവും ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണ്ടി തയ്യാറെടുക്കുകയും കൃത്യമായി സിലബസ് വെച്ചുകൊണ്ട് അലിഗഡിൻ്റെതായിട്ടുള്ള സിലബസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠനം നടത്തുകയും അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദി ടോപ്പ് റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു.പിയിലെ അലിഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങാവുന്നതാണ്. ഇത്തരത്തിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കരിയർ സംബന്ധമായിട്ടുള്ള വീഡിയോസും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുകയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് റെഗുലർലി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.